കോവിഡ് മഹാമാരി വന്നും പോയും 5 വർഷങ്ങൾ പിന്നിടുന്നു. 70 ലക്ഷത്തിലധികം പേർ മഹാമാരിയുടെ ഭാഗമായി കൊല്ലപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതിലും എത്രയോ ഏറെയെന്ന് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കോവിഡ് രോഗം വന്നുപോയ ശേഷം ചിലർക്ക് വിട്ടുമാറാതെ നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പുതിയ ആരോഗ്യ പ്രശ്നങ്ങളെ ലോങ് കോവിഡ് എന്ന് വിളിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത ക്ഷീണം, കിതപ്പ്, ചുമ, ശ്വാസം മുട്ട്, തലവേദന, ഓർമ്മക്കുറവ്, മന്ദത എന്നിങ്ങനെ നിരവധി ലക്ഷണങ്ങൾ അടങ്ങുന്നു ലോങ് കോവിഡിൽ. കോവിഡ് വാക്സിനുകൾ സുലഭമാകുന്നതിന് മുമ്പ് കോവിഡ് രോഗത്തിന് തീവ്രത കൂടുതലായിരുന്നു. ഗുരുതരമായ രീതിയിൽ കോവിഡ് വന്നവരിൽ ലോങ് കോവിഡ് പ്രബലമായി. ആ കാലയളവിൽ കോവിഡ് രോഗവിമുക്തി നേടിയവരിൽ 10 മുതൽ 20% വരെ പേർക്ക് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവന്നിരുന്നു. എന്നാൽ 2021 ആയതോടുകൂടി വാക്സിനുകൾ വിപണിയിലെത്തി. വാക്സിൻ എടുത്തവരിൽ എടുക്കാത്തവരെക്കാൾ തീവ്രത കുറഞ്ഞ കോവിഡ് രോഗമാണ് കാണപ്പെട്ടത്. മുതിർന്നവരിൽ ഈ വ്യത്യാസം ഏറെ പ്രകടമായിരുന്നു. 2021 അന്ത്യത്തോടെ വീര്യം കുറഞ്ഞ വകഭേദമായ ഒമിക്രോൺ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് ഇതിന്റെ പിൻതലമുറക്കാരാണ് കണ്ടുവന്നിട്ടുള്ളത്. വ്യാപനം തുടർന്നു വന്നെങ്കിലും കോവിഡിന്റെ മൊത്തത്തിലുള്ള തീവ്രത അതോടെ കുറഞ്ഞു. അതിനാൽ തുടക്കത്തിലെ കോവിഡിനേക്കാൾ കുറവ് പേർക്ക് മാത്രമേ ഇപ്പോൾ ലോങ് കോവിഡ് കണ്ടുവരാറുള്ളൂ. ശരാശരി 5% അഥവാ 20 പേരിൽ ഒരാൾ എന്നുള്ള അനുപാതത്തിൽ. സമൂഹത്തിൽ ലോങ് കോവിഡ് ബാധിതരുടെ അനുപാതം കൂടുന്നില്ല എന്ന് അമേരിക്കയിൽ നിന്നുള്ള പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടെയുള്ള കണക്ക് പ്രകാരം മൊത്തം ജനസംഖ്യയുടെ 14.3 പേർ ലോങ് കോവിഡ് വന്നിട്ടുള്ളവരാണ്. പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാണ് ലോങ് കോവിഡിന്. സാധാരണ രക്തപരിശോധനയിലും എക്സ്റേയിലും മറ്റും ഒരു പ്രശ്നവും കണ്ടെത്താനുമാകില്ല. ഇത് ലോങ് കോവിഡ് രോഗനിർണയത്തിന് തടസ്സമായി നിന്നു. പുതിയ തരം രോഗമായതിനാൽ രോഗികൾക്കിടയിൽ ഇതേപ്പറ്റി അവബോധം കുറവായിരുന്നു. ഡോക്ടർമാർക്കിടയിലും ഇതേപ്പറ്റി അധികം പേർക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു. കണ്ടെത്തിയാലും എളുപ്പം ചികിത്സിക്കാനാവാത്ത ഒന്നായതിനാൽ രോഗം കണ്ടെത്താനും രോഗികൾക്ക് ആശ്വാസം എത്തിക്കുന്നതിലും തടസ്സങ്ങൾ ഏറെയായിരുന്നു. അങ്ങനെ ഒരു രോഗമില്ല എന്ന് പോലും ചിലർ നിലപാടെടുത്തു. വിളർച്ച, തൈറോയിഡ് പ്രശ്നം, പ്രമേഹം, ആസ്മ, വിഷാദരോഗം മുതലായ അവസ്ഥകൾ തുടക്കത്തിൽ ലോങ് കോവിഡ് രോഗികളിൽ പ്രകടമായിരുന്നു. സ്വാഭാവികമായും രോഗികളെ ഇതോട് ചേർന്ന് രോഗനിർണയം ചെയ്യപ്പെട്ടു. പതിയെ തുടങ്ങുന്ന രോഗമായതിനാൽ പല രോഗികളും ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ക്ഷീണമോ മറ്റുമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒടുവിൽ രോഗികളുടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടു. അവർ തങ്ങളുടെ പ്രശ്നങ്ങൾ തമ്മിൽ പങ്കുവെക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് വൈദ്യശാസ്ത്ര ലോകം പോലും ഇതൊരു പുതിയ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞത്. ലോകാരോഗ്യ സംഘടന പിന്നീട് ഇതിനായി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ലോങ് കോവിഡ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കോവിഡ് വരാതെ നോക്കുകയാണ് എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ലോങ് കോവിഡ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന പരിശോധന കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, തിരക്കുള്ള ഒരു ക്ലിനിക്കിൽ ഏതാനും മിനിറ്റുകൾ മാത്രം ഒരു രോഗിക്ക് വേണ്ടി ചെലവിടാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് രാജ്യത്തുള്ളത്. പ്രത്യേകിച്ചും പൊതുജനാരോഗ്യ മേഖലയിൽ അത്തരം പരിമിതികളിൽ നിന്നുകൊണ്ട് രോഗിയുടെ വിവരങ്ങൾ വിശദമായി ചോദിച്ചറിയാനും പരിശോധനകൾ നടത്താനും മറ്റു രോഗങ്ങളല്ല എന്ന് ഉറപ്പാക്കാനും ഉള്ള സമയവും സൗകര്യവും പലപ്പോഴും ഉണ്ടാവുകയില്ല. വികസിത രാജ്യങ്ങളിൽ എന്നുള്ളതുപോലെ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ലോങ് കോവിഡിനെ പറ്റി അനവധി ശാസ്ത്രീയ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരാശരി പ്രായം 41 ആണെന്നും മിക്കവർക്കും തന്നെ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വന്നുവെന്നും രോഗബാധിതരിൽ 62% പേരും 10 മാസത്തിലധികം തൊഴിൽ രഹിതരായി ബുദ്ധിമുട്ടിയെന്നും ഡോക്ടർ സി അനുരാധ വ്യക്തമാക്കി. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ദീപു സത്യപാലിന്റെ നേതൃത്വത്തിൽ അനേകം ലോങ് കോവിഡ് പ്രബന്ധങ്ങളും പുറത്തു വന്നിരുന്നു. കോവിഡ് മാറിപ്പോയാലും ശരീരത്തിലെ നീർക്കെട്ട് വിട്ടുമാറാതെ നിൽക്കുന്നതാണ് ലോങ് കോവിഡിന് കാരണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ശ്വാസകോശ സംബന്ധമായ രോഗമെന്ന് ആദ്യം കരുതപ്പെട്ടെങ്കിലും രക്തക്കുഴലുകളിൽ പ്രശ്നമുണ്ടാക്കുന്നതിനാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കോവിഡ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ക്രമേണ വ്യക്തമായി. ഹൃദ്രോഗം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, നാഡികളിലെ തളർച്ച, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ചർമ്മരോഗം, പുതുതായി ഉണ്ടാകുന്ന വലിവ് അല്ലെങ്കിൽ ആസ്മയ്ക്ക് സമാനമായ അവസ്ഥ, അങ്ങനെ പട്ടിക നീളുന്നു. കോവിഡ് മാറിയവരിൽ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ ചുരുങ്ങിപ്പോകുന്നതായി കണ്ടെത്തി. UK ബയോബാങ്ക് അധിഷ്ഠിത പഠനത്തിലാണ് ഇത് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. കോവിഡിന് മുമ്പ് പല ആവശ്യങ്ങൾക്കും പലർക്കും ബ്രെയിൻ MRI സ്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവരിൽ കോവിഡ് വന്നുപോയ ശേഷം സ്കാൻ ചെയ്യേണ്ടി വന്നപ്പോഴാണ് അമ്പരിപ്പിക്കുന്ന ഈ മാറ്റം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അനവധി ആളുകളിൽ ഈ നിരീക്ഷണം സ്ഥിരീകരിക്കപ്പെട്ടു.
തലച്ചോറിലെ കോടാനുകോടി കോശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അഥവാ കണക്ഷൻസിൽ കുറവ് വരുന്നുവെന്നും കണ്ടെത്തി. ഓർമ്മക്കുറവും മന്ദത, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം മുതലായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പലർക്കും ക്രമേണ സുഖപ്പെടുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയായിരുന്നു. എന്നാൽ ഇനിയും ഇതിന്റെ ദീർഘകാല ഭവിഷ്യത്തുകൾ വ്യക്തമല്ല എന്ന് വേണം പറയാൻ. ഉദാഹരണത്തിന്, ഇവരിൽ മറവി രോഗം നേരത്തെ എത്തുമോ മുതലായ ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്.